നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായും പിന്നീട് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വാർത്തകളുമൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ ഉള്ളുലയ്ക്കുന്നത് ചില പ്രവചനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോസ്ട്രഡാമസ് നടത്തിയ പ്രവചനമാണ്. ആ പ്രവചനം ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് സംഭവിക്കാൻ പോകുന്ന നിരവധി കാര്യങ്ങൾ 500 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച വ്യക്തിയായിരുന്നു നോസ്ട്രഡാമസ്. അദ്ദേഹം അന്ന് പ്രവചിച്ച പല കാര്യങ്ങളും പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവചനം നടത്തിയിരുന്നു എന്നതാണ്. അതും വർഷങ്ങൾക്ക് മുൻപ്. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാർത്തകൾ വത്തിക്കാൻ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനവും ചർച്ചകളിലെത്തിയിരിക്കുന്നത്. 1555 നോസ്ട്രഡാമസ് രചിച്ച ലേസ് പ്രോഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യമുള്ളത്. കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ ആഗോള പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരക്കാരനെ നിയമിക്കും എന്നാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ കാലഘട്ടത്തിൽ വളരെ പ്രായം ചെന്ന ഒരു മാർപ്പാപ്പ മരിക്കുമെന്നാണ് നോസ്ട്രഡാമസ് പറഞ്ഞത്. മാർപ്പാപ്പയുടെ വേർപാടിനെ തുടർന്ന് വളരെ പ്രായമുള്ള ഒരു റോമക്കാരൻ മാർപ്പാപ്പയാകുമെന്ന് പ്രവചിക്കുന്ന നോസ്ട്രഡാമസ് അദ്ദേഹം ദീർഘകാലം പദവിയിൽ തുടരുമെന്നും പറഞ്ഞിരുന്നു. 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ മലാച്ചിയുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവചനവും നോസ്ട്രഡാമസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 7 കുന്നുകളുടെ നഗരമായ റോം ഒരു കാലത്ത് നശിപ്പിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. പത്രോസ് എന്ന പേരുള്ള ഒരാൾ മാർപ്പാപ്പയായിരിക്കുന്ന കാലത്തായിരിക്കും ലോകാവസാനം ഉണ്ടാകുക എന്നൊക്കെയാണ് നോസ്ട്രഡാമസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം നടത്തിയ പ്രവചനങ്ങൾ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ എടുക്കരുതെന്നാണ് പലരും വാദിച്ചിരിക്കുന്നത്. 2025 നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഈ വർഷം ക്രൂരമായ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും ശത്രുക്കൾ ഉണ്ടാകുമെന്നും പറയുന്നു. പഴയ കാലത്ത് നിന്നുള്ള ഒരു മഹാമാരി മടങ്ങിയെത്തുമെന്നും ഇത് അതിശക്തമായിരിക്കും എന്നുമാണ് പ്രവചനം. അടുത്ത വർഷം പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിന് ശക്തി കുറയുമെന്നും 2024 വരെ നീണ്ടുനിന്ന ഒരു യുദ്ധം 2025 അവസാനിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു. ഈ വർഷം പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു തീഗോളം ഭൂമിയെ നശിപ്പിക്കുന്നത് കാണുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നോസ്ട്രഡാമസിന്റെ ചില പ്രവചനങ്ങൾ അസംബന്ധങ്ങളായിരുന്നു എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. കടലിൽ നിന്ന് നിഗൂഢതകളുള്ള ഒരു നേതാവ് ഉയർന്നു വരുമെന്നും ഒരു ജലസാമ്രാജ്യം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞിരുന്നു. എന്തായാലും മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വർഷങ്ങൾക്ക് മുൻപ് തന്നെ നോസ്ട്രഡാമസ് പ്രവചിച്ചതാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് വത്തിക്കാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. എങ്കിലും പോപ്പിന്റെ ആരോഗ്യസ്ഥിതി നേരിയ തോതിൽ മെച്ചപ്പെട്ടതായി വത്തിക്കാൻ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പോപ്പിനെ ഈ മാസം 14-ന് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ കണ്ടെത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പോപ്പിന് രക്തം നൽകുകയും ചെയ്തു. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹം വളരെ നേരം ചാരുകസേരയിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രതീക്ഷയോടെയുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.